ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റേജിലും പേജിലുമായി വേദികളിൽ തിളങ്ങുന്നവർ പലപ്പോഴും ലാവ ഒഴുകുന്ന അഗ്നിപർവ്വതങ്ങളാണ്. അത് പായസമെന്നു കരുതി കോരിക്കുടിക്കാൻ പാത്രവുമായി മുമ്പിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ ദുഃഖിക്കുകയല്ലാതെ മറുവഴിയില്ല. മീൻപിടുത്തക്കാരൻ തീറ്റയിട്ടു മീൻ പിടിക്കുന്നത് പോലെയാണ് തൻ്റെ വാഗ്വൈഭവം ഉപയോഗിച്ച് പാവങ്ങളെ അടക്കി നിർത്തി ഇവർ മുതലെടുക്കുന്നത്. ചിലരുടെ വിഷയാവതരണവും അതിൽ കാണിക്കുന്ന വഞ്ചനകളും കാണുമ്പോൾ ഇവർക്ക് വിശ്വാസമില്ലേ എന്ന് പോലും സംശയിച്ചു പോകും. ചിലപ്പോൾ ഈ സംശയം ശരിയായെന്നും വരാം. യഥാർത്ഥത്തിൽ അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങൾ കല്ലും മുള്ളും തിരിയാത്ത പൊതുജനങ്ങളുടെ മുമ്പിലല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്, വിവരമുള്ളവർ കൂടിയിരുന്ന് കൊണ്ടല്ലേ. അതിനു പക്ഷേ സംഘടനാ തലത്തിലാണല്ലോ പലപ്പോഴും സംവാദം നടക്കാറുള്ളത്. അതിൽ പങ്കെടുക്കുന്നവരാകട്ടെ തൻ്റെ വാദം എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക. കാരണം താൻ പരാജയപ്പെട്ടാൽ അതിൻ്റെ നാണക്കേട് തനിക്ക് മാത്രമല്ല തൻ്റെ സംഘടനയ്ക്ക് കൂടിയാണ് എന്നാണ് അദ്ദേഹം ചിന്തിക്കുക. എന്നാൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് താൻ സംവാദം നടത്തിയത് തൻ്റെയോ തൻ്റെ എതിരാളിയുടെയോ നാവിലൂടെ സത്യം പുറത്തു വരണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു എന്നാണ്. ആകയാൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് നാം ജീവിക്കുന്നത് പിശാച് വിരിച്ച വലകൾക്കിടയിലാണ്. അതിലൊന്നിലും കുടുങ്ങാതെയിരിക്കണമെങ്കിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ഒരു ചെറിയ അശ്രദ്ധ മതി നമ്മുടെ സ്ഥാനം നരകത്തിലാവാൻ.